ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നമ്മുടെ വീട്ടിൽ ഒരു നേന്ത്രപ്പഴം ഉള്ളെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ സ്നാക്ക് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ വളരെ സിമ്പിളുമാണ്. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആദ്യം തന്നെ ഞാനിവിടെ ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു നേന്ത്രപ്പഴമാണ്. അപ്പോൾ ഇത് തൊലി കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇതാ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ വേണം കട്ട് ചെയ്യാനായിട്ട്. മാക്സിമം ചെറുതാക്കി വേണം കട്ട് ചെയ്യാൻ, എന്നാലേ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഒരു വലിയ നേന്ത്രപ്പഴം ആയാലും കട്ട് ചെയ്തെടുത്തപ്പോൾ ഏകദേശം ഇത്രയും കിട്ടിയിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇത് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് വേണമെങ്കിൽ നെയ്യ് എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ പഴം കട്ട് ചെയ്തിട്ടുള്ളത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിന് മുമ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അണ്ടിപ്പരിപ്പൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പൊടിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഈ പഴം ഏകദേശം ഒന്നിങ്ങനെ വാടി വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് തേങ്ങ ചിരകിയത് വേണം. അത് അത്യാവശ്യം ഒന്ന് ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് പഞ്ചസാര ഒന്നും ഇതിൽ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇനി ഇതിലോട്ട് വേറെ ഒന്നും ചേർക്കുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിൽ പഞ്ചസാരയും കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾ എടുക്കുന്ന പഴത്തിൻ്റെ ആ ഒരു മധുരം അനുസരിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്. അത് റെഡിയായി മാറ്റി വെക്കുക ചൂടാറാൻ വേണ്ടിയിട്ട്. അടുത്തതായിട്ടൊരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് 1/2 ഗ്ലാസ് മൈദയും 1/2 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് കംപ്ലീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിലും അല്ലാന്നുണ്ടെങ്കിൽ മൈദയിലും ചെയ്തിട്ടെടുക്കാം. ഞാൻ രണ്ടും കൂടെ മിക്സ് ചെയ്ത് 1 ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് കുഴച്ചെടുക്കണം. കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, 1-2 ടീസ്പൂൺ. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള സാധാരണ വെള്ളം തന്നെ ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് കുഴച്ചെടുത്ത് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് കുഴച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടൊന്ന് സോഫ്റ്റായി അങ്ങനെ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി ഒന്ന് മിക്സായി ഒന്ന് കുഴഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഇത് നമുക്കിത് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കുന്നുണ്ട്. ചെറുതായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. നമ്മൾ പത്തിരിക്കൊക്കെ ചെയ്യുന്ന ആ ഒരു സൈസിൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് ഇത്രയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാ ഈ ഒരു സൈസിലാണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ മസാല ഇവിടെ ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ മസാല റെഡിയാക്കി വെക്കുക കേട്ടോ. ഇനി ഇതിൽ നിന്ന് ഓരോ ബോൾ എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് 1.5 ടീസ്പൂണോളം നമ്മുടെ മസാല വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതാ ഇതുപോലൊരു ബോളാക്കി എടുക്കുക. എന്നിട്ടത് കയ്യിൽ വെച്ചിട്ട് നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ആ ഒരു ഷേപ്പിലാക്കി എടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതാ ബാക്കിയുള്ളതും നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം. മസാല ഒരുപാട് ഇട്ട് കൊടുക്കണ്ട, 1 ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ. പിന്നെ നിങ്ങൾ പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് തിന്നായിട്ട് പരത്തിയെടുക്കരുത്, അങ്ങനെ ആകുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ അങ്ങ് ബോളാക്കി എടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും ഈ ഒരു രീതിയിൽ കിട്ടുന്നതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ ചെയ്തെടുക്കുക. നിങ്ങൾ മാവ് കുഴക്കുന്ന സമയത്ത് വെള്ളം കൂടി പോവാണ്ട് നോക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും, നേന്ത്രപ്പഴം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടും ഇത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഓയിലും കാര്യങ്ങളൊന്നും കുടിക്കില്ല. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കട്ടെ. അങ്ങനെ ഞാനിതാ മൊത്തത്തിൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും അളവിലാണ് കേട്ടോ എനിക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ ഇത്രയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ, പൊട്ടിയൊന്നും പോയിട്ടില്ല. അപ്പോൾ മാവ് കുഴക്കുന്ന സമയത്ത് ഒരുപാട് ലൂസ് ആവാണ്ട് നോക്കിയാൽ മതി. ഇനി ഞാൻ ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ടിട്ടല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു പുറത്തുള്ള മാവുണ്ടല്ലോ, അത് നമുക്കൊന്ന് കുക്കായി കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്തെടുത്താൽ മതി.
വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. പിന്നെ ഇത് ഉണ്ടാക്കിയ ഉടനെ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ക്രിസ്പി ആയിട്ടാണ് കുറച്ച് ഉണ്ടാവുക. കുറച്ച് സമയം വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. ഒരു നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാനിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് കോരി മാറ്റുകയാണ്. അപ്പോൾ ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ തീ ഹൈ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി സിമ്പിൾ സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും കഴിച്ച് നോക്കുക. ഉള്ളിൽ ആ ഒരു മസാലയും കാര്യങ്ങളൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.